A rectangle has length 6 meters and breadth 2 and 1/4 meters. How many squares of side 3/4 meters can be cut off from it? ഒരു ചതുരത്തിന് 6 മീറ്റർ നീളവും 2.25 മീറ്റർ വീതിയുമുണ്ട്. അതിൽ നിന്നും 3/4 മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം. ഇവിടെ ആ വലിയ ചതുരത്തിൽ നിന്നും എത്ര ചെറിയ സമചതുരങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ ആ വലിയ ചതുരത്തിന്റെ ഏരിയയെ ചെറിയ സമചതുരത്തിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വലിയ ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് 6 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 2 and 1/4 മീറ്റർ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 6 × 2 and 1/4 ആയിരിക്കും. 2 and 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/4 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 6 × 9/4 ആയിരിക്കും. 6 × 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 9 54/4. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ എത്ര കിട്ടും? 27/2 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി ഇതിൽ നിന്ന് മുറിച്ചെടുക്കാവുന്ന ചെറിയ സമചതുരത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ആ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെ സൈഡ് എന്ന് പറഞ്ഞാൽ 3/4 ആണല്ലോ. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ എത്ര ആയിരിക്കും? 3/4 × 3/4. 3/4 × 3/4 എന്ന് പറഞ്ഞാൽ 9/16 മീറ്റർ സ്ക്വയർ. അപ്പോൾ ആ സമചതുരങ്ങളുടെ എണ്ണം, അതായത് ആ വലിയ ചതുരത്തിൽ നിന്നും മുറിച്ചെടുക്കാൻ കഴിയുന്ന ചെറിയ സ്ക്വയേഴ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ആ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയയെ ആ സ്ക്വയറിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 27/2 ഡിവൈഡഡ് ബൈ 9/16 അല്ലേ? 27/2 ഡിവൈഡ് ബൈ 9/16. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടുന്നത്? ഏത് ഫ്രാക്ഷൻ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 27/2 × 16/9. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ചെയ്യാൻ ഈ 27/9 എന്ന് പറയുന്നത് 3 അല്ലേ? ആണ്. അതുപോലെ 16/2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3 × 8 എന്ന് കിട്ടും. 3 × 8 എന്ന് പറയുന്നത് 24. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്ര സ്ക്വയേഴ്സ് ആണ്? 24 സ്ക്വയേഴ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. രവി റീഡ് 2/9 portion of a novel on Friday, 1/3 portion on Saturday. He read the remaining 160 pages on Sunday. The total page of the novel is. രവി ഒരു നോവലിന്റെ 9/2 ഭാഗം വെള്ളിയാഴ്ച വായിച്ചു, 1/3 ഭാഗം ശനിയാഴ്ച വായിച്ചു, ബാക്കി വന്ന 160 പേജുകൾ ഞായറാഴ്ചയും വായിച്ചുവെങ്കിൽ ആകെ പേജുകൾ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ രവി വെള്ളിയാഴ്ച വായിച്ചത് 2/9 പാർട്ടാണ്, ശനിയാഴ്ച വായിച്ചതോ 1/3 പാർട്ടാണ്. അപ്പൊ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടെ എത്ര പാർട്ട് വായിച്ചു? 2/9 + 1/3. ഇതെങ്ങനെ പ്ലസ് ചെയ്യും? ഇതിന്റെ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണ്ടേ? അപ്പോൾ നമുക്ക് 1/3യുടെ ഡിനോമിനേറ്ററും 9 ആക്കാം. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇല്ലേ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കിട്ടും? 2/9 + 3/9 എന്ന് കിട്ടും അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/9. അപ്പോൾ രവി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടെ വായിച്ച നോവലിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ 5/9 ആണ്. അപ്പോൾ ഇനി എത്രയാണ് ബാക്കി വായിക്കാനുള്ളത്? ആകെയുള്ള 9ൽ 5 ഭാഗം വായിച്ചു. ഇനി വായിക്കാനുള്ളത് എത്ര ഭാഗമായിരിക്കും? 4 ഭാഗമായിരിക്കും ഇല്ലേ? അതായത് 9ൽ 4 ഭാഗമായിരിക്കും ഇനി വായിക്കാനുള്ളത്. അതായത് 4/9 പാർട്ടാണ് ഇനി വായിക്കാനുള്ളത്. അപ്പം വായിക്കാനുള്ള പേജുകൾ ഇനി എത്ര ആണുള്ളത്? 160 പേജാണ്. അപ്പൊ ആകെയുള്ള പേജുകളുടെ 4/9 പാർട്ടാണ് ഈ 160 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആകെയുള്ള പേജുകൾ x എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4/9 ആണ് എന്ത്? 160 എന്ന് പറയുന്നത്. അപ്പോൾ ആകെയുള്ള പേജുകളായ x എങ്ങനെ കണ്ടുപിടിക്കും? 160 ഡിവൈഡ് ബൈ 4/9 ആണല്ലോ. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 160 × 9/4
എന്ന് കിട്ടും. 160 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. 16 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 160 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പോൾ 40 ഇൻറ്റു 9 അല്ലേ? 40 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 9 ഇൻറ്റു 4 36 ആണ്. അപ്പോൾ 40 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ.